നമസ്കാരം. ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 23 അനുകൂലമായ ഫലങ്ങൾ ശനിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. ശുഭകരമായ ഫലങ്ങൾ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പലവിധ ദുഃഖ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പ്രതിസന്ധികൾ അകലും. കരിയറുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഏപ്രിൽ 23 കൂടുതൽ അനുകൂലമായി തീരുക എന്ന് മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ശനീശ്വരനുമായി ബന്ധപ്പെട്ട് നാളെ ശുഭകരമായ ഫലങ്ങൾ തേടിയെത്തുക എന്നറിയാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം കൂടുതൽ അനുകൂലമായി തീരാം. ശുഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ വളർച്ച നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല വിധത്തിലും അനുകൂലമായ മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്താം. തന്മൂലം പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലിഭാരം ലഘൂകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാം. നേട്ടങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായോ ബിസിനസ് പരമായോ ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. മുൻപ് നിക്ഷേപങ്ങൾ നടത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേരുക, അഥവാ പ്രതീക്ഷിക്കുന്നതായ ധനമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്പം പുരോഗതി കൈവരിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, സമാധാനപൂർണമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും നാളത്തെ ദിവസം ലഭിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമായി തന്നെ ഏപ്രിൽ 23 മാറുക തന്നെ ചെയ്യും. കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുക. ജോലി സ്ഥലത്തെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. കൂടാതെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും വേഗത്തിൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. സന്തോഷവും സമാധാനവും ഇവർക്കിടയിൽ വർദ്ധിക്കുന്നതാണ്. അതായത് ദമ്പതികൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം പലവിധ സഹായങ്ങൾ അവരിൽ നിന്നും ലഭിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ശുഭകരമായ നിമിഷങ്ങൾ, സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ ചില പ്രയാസങ്ങൾ അകലുകയോ
താൽക്കാലികമായി തന്നെ പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയോ ചെയ്യാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്ന് വരുന്നതായ സമയമാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും മുന്നോട്ടു പോകുന്ന വ്യക്തികളാണ്. പലപ്പോഴും പ്രതീക്ഷിക്കാതെ തന്നെ പലവിധ തിരിച്ചടികളും ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നതും വാസ്തവമാണ്. പലപ്പോഴും അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അത് നടക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങൾ പലതും നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതുമാണ്. ബന്ധുക്കൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാകുന്നു. പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ പല ജോലികളും അത് ഈ സമയം ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മറ്റുള്ളവർക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ ഉണ്ടായി എന്ന് വരാം. മനസ്സിന് സന്തോഷം പകരുന്ന ചില ശുഭവാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഈ സമയം ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക, ആവശ്യങ്ങൾക്കുള്ള ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്നതായ വിഷമങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹായം, ധനപരമായ സഹായം ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായ കാര്യങ്ങളും അനുകൂലമായി തീരാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അത് പല പ്രവൃത്തികളിലും പ്രകടമായി തീരും എന്നതാണ് വാസ്തവം. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക ബാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകാം. അത്തരത്തിലുള്ള ബാധ്യതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നത്തെയും ശരിയായ രീതിയിൽ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പണം കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നേ ദിവസം അല്പം ശ്രദ്ധ പുലർത്തണം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. കാരണം ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വർദ്ധിക്കാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം പുരോഗതി വന്നു ചേർന്നു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ തരണം ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളും മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും അത് പ്രകടമായി തീരും. അത് ധനപരമായ നേട്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളിലേക്കോ നിങ്ങളെ നയിക്കാവുന്നതുമാണ്. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും സഹായം ലഭിക്കുക, പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാക്കുന്നു. ശരിയായ രീതിയിൽ ഇന്നേ ദിവസം ചിന്തിച്ച് പ്രവർത്തിക്കുക. ഒരിക്കലും തിരക്കിട്ട് ഒരു കാര്യവും തീരുമാനിക്കുവാൻ പാടുള്ളതല്ല.